ചോട്ടാ മുംബൈ സിനിമയുടെ ഓപ്പണിംഗ് ദിവസത്തെ കേരള കളക്ഷൻ 37 ലക്ഷമാണ്. അതുപോലെ ഗൾഫിൽ നിന്നും സിനിമയ്ക്ക് 3 ലക്ഷം രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ സാധിച്ചത്. കേരളത്തിൽ പല തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കവിത, അപ്സര, ഏരിയസ് ഓഡിയോ 1, അഭിനയ, അഭിലാഷ് തുടങ്ങിയ തിയേറ്ററുകളിലൊക്കെ സിനിമയ്ക്ക് എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ സ്ഫടികം സിനിമ റിലീസ് ചെയ്ത സമയത്തുള്ള പ്രൊമോഷൻസും വമ്പൻ സ്ക്രീൻ കൗണ്ടൊക്കെ ലഭിക്കുകയായിരുന്നെങ്കിൽ ഒരു ഗംഭീര കളക്ഷൻ സിനിമയ്ക്ക് ആദ്യ ദിനം കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചിരുന്നേനെ. 2 ദിവസം കൊണ്ട് 1 കോടിക്ക് മുകളിൽ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ എത്തുമെന്നും ഇപ്പോൾ മൂവി ട്രാക്കേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ലിമിറ്റഡ് റിലീസായിട്ട് പോലും മികച്ച കളക്ഷൻ തന്നെയാണ് ചോട്ടാ മുംബൈ സിനിമ നേടിയെടുക്കുന്നത്. ലാലേട്ടനെ അടക്കം സിനിമയിൽ ഓരോ കഥാപാത്രങ്ങളും അഴിഞ്ഞാടിയ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ സിനിമ തന്നെയാണ് ചോട്ടാ മുംബൈ. പല തിയേറ്ററുകളിൽ നിന്നുള്ള റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ എൻട്രിക്കും അതുപോലെ ജഗദീഷ് ശ്രീകുമാറിൻ്റെയും രാജൻ പി ദേവിൻ്റെയും കലാഭവനുടെയും എൻട്രിക്കൊക്കെ തിയേറ്ററുകളിൽ വൻ റെസ്പോൺസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചോട്ടാ മുംബൈ എന്ന സിനിമയ്ക്ക് ശേഷം ഇതുപോലുള്ള ഒരു എൻ്റർടൈനർ സിനിമ ഇതുവരെ മലയാളത്തിൽ വന്നിട്ടില്ല. അൻവർ റഷീദ് ലാലേട്ടൻ കോംബോയിൽ വീണ്ടും ഒരു സിനിമയുടെ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് ഒരു സിനിമ നിർമ്മിക്കാനിരിക്കുന്നത്. എന്തായാലും ആ ഒരു സിനിമ ഓണാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ചോട്ടാ മുംബൈ പോലെ വന്നില്ലെങ്കിലും ഈ ഒരു കോംബോയിൽ നിന്ന് മികച്ചൊരു എൻ്റർടൈനർ സിനിമ വന്നാൽ ഇന്നും പ്രേക്ഷകർ സ്വീകരിക്കും. വിഷ്ണു മഞ്ജു നായകനാവുന്ന അതുപോലെ ലാലേട്ടൻ ക്യാമിയോ റോൾ ചെയ്യുന്ന കണ്ണപ്പ സിനിമയുടെ കേരള ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ആശീർവാദ് സിനിമസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ വരുന്ന ജൂൺ 27-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്തായാലും കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.